അങ്ങനെ കാത്തിരുന്ന ഇലക്ഷനൊക്കെ വന്നു അല്ലേ? ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? സ്വബാഹുൽ ഖൈർ കാണുന്ന എല്ലാവർക്കും കൃത്യമായൊരു നിർദ്ദേശം ഞാൻ തരാട്ടോ. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. അതുമാത്രമല്ല, നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധയോടെ ചെയ്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ ആ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അള്ളാഹു ഉണ്ടാക്കിത്തരും. അതുമാത്രമല്ല, ഒരു ദിക്ർ മറക്കരുത് കേട്ടോ. വോട്ട് ചെയ്യുന്ന വേളയിൽ ഒരു ദിക്ർ മറക്കരുത്. ആ ദിക്ർ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും നേടിത്തരും, പടച്ചോൻ്റെ സഹായം വാങ്ങിത്തരും. അപ്പോൾ പഠിച്ചാലോ നമുക്ക്? 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ലേ എല്ലാവരും? സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ കുറേ നാളായി ഇലക്ഷൻ പ്രചരണമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലായിടങ്ങളിലും പോസ്റ്ററുകളാൽ സമ്പന്നം അല്ലേ, ഫ്ലെക്സുകളാൽ സമ്പന്നം. എല്ലായിടത്തും ഇങ്ങനെ സ്ഥാനാർത്ഥികളുടെ മുഖം നിറഞ്ഞ് നിൽക്കുകയാണ്. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ചില ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ ചില സ്ഥാനാർത്ഥികളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ അവരെന്നെ ചേർത്ത് പിടിച്ചിട്ട്, ഉസ്താദിൻ്റെ സ്വബാഹുൽ ഖൈർ കാണാത്ത ഒരു ദിവസം എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ സ്വബാഹുൽ ഖൈർ നമ്മുടെ സ്ഥാനാർത്ഥി കേരള രാഷ്ട്രീയത്തിൽ പ്രഗത്ഭനായ ഒരാളാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പേര് പറയണില്ല, പിന്നെ അദ്ദേഹത്തിന് വോട്ട് മേടിക്കാനെന്ന് നിങ്ങൾ പറഞ്ഞു വരുത്തും, അതുകൊണ്ടത് പറയണില്ല. അപ്പോൾ അങ്ങനെ 1-2 പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. വേറെ ചില ആളുകൾ അവർ കാണുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ല, പക്ഷേ അവരുടെ കുടുംബം മുഴുവൻ നമ്മുടെ പ്രേക്ഷകരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരുപാട് സ്ഥാനാർത്ഥികളടക്കം സ്വബാഹുൽ ഖൈർ കാണുന്നുണ്ട്. ചിലപ്പോൾ എന്നോട് ഈ വിഷയം പറഞ്ഞ സഹോദരനടക്കം ഇപ്പോൾ ലൈവ് കാണുന്നുണ്ടായിരിക്കാം, അള്ളാഹു ആയാലും. അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥികളോട് ആദ്യം 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നവരോട് വളരെ പ്രാധാന്യത്തോടെ സ്വബാഹുൽ ഖൈർ കുടുംബത്തോട് ചിലത് പറയാനുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസാഇൻ്റെ 58-ാം ആയത്തിലൂടെ അല്ലാഹ് പറയുന്നുണ്ട്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അതായത് നമ്മളൊരു സംഗതി ഏൽപ്പിച്ചു തന്നു. ഇപ്പോൾ ഇലക്ഷന് ജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ഉത്തരവാദിത്തം ആരാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്? നമ്മൾ ജനങ്ങൾ അല്ലേ? നമ്മൾ നികുതി കൊടുക്കണം, നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ കൃത്യത നിങ്ങൾ പാലിക്കണം എന്നാണ്. ആ നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ചെയ്യണം. പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കണേ? ചില പാവപ്പെട്ട മനുഷ്യന്മാർ MLA ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ MP ആയി കഴിയുമ്പോൾ ഇവരുടെ വീട് വളരും, ഇവരുടെ കുടുംബം വലുതാകും, ഇവർക്ക് വാഹനങ്ങൾ കൂടും, ഇവരുടെ വളർച്ച മാത്രമേ അവിടെയുള്ളൂ. സാധുക്കളായ ജനങ്ങൾക്കൊന്നും കിട്ടലില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാകാൻ പറ്റില്ല. നിങ്ങളെ എന്തിനാണോ തിരഞ്ഞെടുത്തത്, ആ തിരഞ്ഞെടുത്ത കാര്യം അത് കൃത്യമായി നിർവഹിക്കുന്നവരാകണം. അപ്പോൾ നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ നല്ല റോഡ് ഉണ്ടാക്കുമെന്ന് കരുതിയിട്ടാണ്, നിങ്ങൾ കൃത്യമായി വീടുണ്ടാക്കുമെന്ന് കരുതിയിട്ടാണ്, അല്ലെങ്കിൽ കൃത്യമായി പെൻഷൻ വാങ്ങിക്കൊടുക്കുമെന്ന് കരുതിയിട്ടാണ്, എന്തോ ആയിക്കോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ വലിയ സൗകര്യങ്ങൾ, ആധുനികമായ പ്രോജക്റ്റുകൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുവരും എന്ന് കരുതിയിട്ടാണ്. റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു, നല്ല റബ്ബറൈസ്ഡ് റോഡുകൾ കൊണ്ടുവരുമെന്ന് കരുതിയിട്ടാണ്. എവിടെ നിങ്ങളെ കൊണ്ട് ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് അതികഠിനമായ അദാബുണ്ട്. ഇവിടെ പടച്ചോൻ പറയണത് ഇന്നല്ലാഹ യഅ്മുറുക്കും എന്നാണ്, കൽപ്പനയാണ്, പടച്ചോൻ്റെ വിധിയാണ്, അനുസരിച്ചോളണം. എന്നിട്ട് പറയുന്നുണ്ട്, വഇദാ ഹകംതും ബൈനന്നാസ് ഫഹ്കുമൂ ബിൽ അദ്ൽ. നീ ജയിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളിൽപ്പെട്ടവരെ ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങളിലേക്ക് ആരെങ്കിലും വിഷയം പറഞ്ഞു വന്നാൽ, സഹായം തേടി വന്നാൽ, അല്ലെങ്കിൽ ഒരു പ്രയാസം പറഞ്ഞു വന്നാൽ, ഫഹ്കുമു ബിൽ അദ്ൽ, നീതിയുള്ളവരാകണം. നീ എനിക്ക് വോട്ട് ചെയ്തില്ലല്ലോ, നീ മറ്റേ പാർട്ടിയുടെ ആളല്ലേ എന്നൊന്നും പറയാൻ പാടില്ല. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എല്ലാവരുടെയും MLA ആണ്. അല്ലാതെ നിങ്ങൾ മറ്റേ പാർട്ടിയുടെ മാത്രം MLA അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ MLA അല്ല, അവർ വേറെ പാർട്ടിക്കാരാണ്, അങ്ങനെ ഒരു സംഗതി തന്നെ നിങ്ങളിൽ പാടില്ല. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇന്നാലിന്ന ആളുകളുടെ MLA ആണ്, അല്ലെങ്കിൽ ഇന്നാലിന്ന മുഴുവൻ ആളുകളുടെയും മന്ത്രിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പാർട്ടിയുടെ മാത്രമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ആര് സഹായം തേടി വന്നാലും, ഏത് മതക്കാരൻ വന്നാലും, മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, മതമില്ലാത്തവനാകട്ടെ ഉള്ളവനാകട്ടെ,
അതുപോലെ തന്നെ ഏത് രാഷ്ട്രീയക്കാരനാകട്ടെ എല്ലാവരോടും നീതിയുക്തമായ കൃത്യമായ ഇടപെടലാണ് നിങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടതെന്ന് ആരെ പഠിപ്പിച്ചു തരണത്? അള്ളാഹ് പറയണം. എന്നിട്ട് പറയുന്നൊരു വർത്താനുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. പടച്ചോനെ എല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യണ്ട കേട്ടോ. എന്താണ് ഈ വിഷയമൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ പിറകെ ഇത് പറയാൻ കാരണം എന്താ? നിങ്ങൾ ചെയ്യണതൊക്കെ പടച്ചോൻ കാണുന്നുണ്ട്. നിങ്ങൾ ഈ രാഷ്ട്രീയ കുതികാല് വെട്ട് പടച്ചോൻ കാണുന്നുണ്ട്. നിങ്ങൾ രഹസ്യമായിട്ടുണ്ടാക്കുന്ന ഡീലുകൾ പടച്ചോൻ കാണുന്നുണ്ട്. നിങ്ങൾ കൈക്കൂലി വാങ്ങുന്നത് പടച്ചോൻ കാണുന്നുണ്ട്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ. അവനെല്ലാം കേൾക്കുകയും എല്ലാം കൃത്യമായി കാണുകയും ചെയ്യുന്നുണ്ട് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രമേൽ കൃത്യമാണിത്. ആ റബ്ബിനെ പറ്റിച്ചിട്ട് നിങ്ങൾ കുറേ കോടികളുണ്ടാക്കി നിങ്ങൾ വലിയ MLA ആയിട്ട് വിലസാമെന്ന് കരുതുന്നുണ്ടോ? പറ്റൂല. നിങ്ങൾക്ക് കൃത്യമായ നിലപാടുകൾ ഉണ്ടാകണം, കൃത്യമായി നീതി നടപ്പാക്കണം, ജനങ്ങളെ പരിഗണിക്കണം, വാഗ്ദത്വമൊക്കെ പാലിക്കണം. ഇപ്പം ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും വലിയ വാഗ്ദത്വങ്ങളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടുവന്ന് തരും. എത്ര പേര് നടപ്പാക്കാറുണ്ട്? ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം മുമ്പ് പല ആളുകളും പല വാഗ്ദത്വമൊക്കെ നൽകിയിട്ട് എത്ര വാഗ്ദത്വങ്ങൾ നടപ്പായിട്ടുണ്ട്? അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞ 5 വർഷം എന്നല്ല, പൊതുവിൽ രാഷ്ട്രീയക്കാരുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്, അല്ലേ? ഈ ആയത്തിറങ്ങാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്, അല്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്തെത്തിയപ്പോൾ ഭയങ്കര കൊതി, കഅബാലയത്തിൻ്റെ താക്കോലൊന്ന് കയ്യിൽ പിടിക്കാൻ. വേറൊന്നുമില്ല, കഅബയുടെ താക്കോലൊന്ന് പിടിക്കണം. അപ്പം അന്ന് ഉസ്മാൻ ഇബ്നു ത്വൽഹയാണ് കഅബയുടെ താക്കോല് സൂക്ഷിച്ചിട്ടുള്ളത്. നബി തങ്ങൾ ചോദിച്ചു, ഉസ്മാൻ ഇബ്നു ത്വൽഹ താക്കോലൊന്ന് തരുമോ? കൊതിയായിട്ടാണ്. തരില്ല മുഹമ്മദേ, നിങ്ങൾക്ക് തരില്ല. വല്ലാത്ത വേദനയായിപ്പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ നബി തങ്ങൾ പറയുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങളുടെ അധികാരത്തിൽ വരുന്നൊരു ദിവസം വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഉസ്മാൻ ഇബ്നു ത്വൽഹ പറഞ്ഞു, നടക്കൂല അതൊന്നും. റസൂലുള്ളാഹി ചിരിച്ചുകൊണ്ട് പോരാണ്. അങ്ങനെ മക്ക വിജയം, മക്ക മുഴുവൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധീനതയിലായി. മക്കയുടെ രാജാവായി നിൽക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് കഅബാലയം വൃത്തിയാക്കാൻ വേണ്ടി ചെല്ലുമ്പോണ്ട് താക്കോലെവിടെ? താക്കോൽ ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിലാണ്. ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങിക്കൊണ്ടുവരണം. അങ്ങനെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? താക്കോൽ കൊടുക്കാതിരിക്കാനായിട്ട് മച്ചിൻ്റെ മേളിലൊക്കെ കയറി ഒളിച്ചു. അലി റളിയല്ലാഹു അൻഹു അടക്കം പോയിട്ട് താക്കോൽ കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ കഅബാലയത്തിൻ്റെ അകത്ത് കയറി നിസ്കരിച്ചു. അവിടെയുള്ള എല്ലാ മോശം സാധനങ്ങളും വൃത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും കൊതിയോടെ നിൽക്കാൻ, ഞങ്ങൾക്ക് വേണം കഅബാലയത്തിൻ്റെ താക്കോല്. ഇബ്നു അബ്ബാസ് ഉണ്ട്, സയ്യിദുന അലിയുണ്ട് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ഒക്കെ ഇങ്ങനെ വല്ലാതെ കാത്തുക്കാൻ, എനിക്ക് തരുമോ നബി എന്നുള്ളൊരു മനസ്സോടുകൂടെ. അപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അമാനത്തുകൾ തന്നവരിലേക്ക് തന്നെ തിരിച്ചേൽപ്പിക്കണം. നബി തങ്ങൾ ചോദിച്ചു, അയിന ഉസ്മാൻ ഇബ്നു ത്വൽഹ, എവിടെ ഉസ്മാൻ ഇബ്നു ത്വൽഹ എവിടെ? ആര്? നിങ്ങൾ ചിന്തിച്ചു നോക്കണം കേട്ടോ. അന്ന് മുത്തുനബിക്ക് കൊടുക്കാത്ത മനുഷ്യൻ, മുത്തുനബിയെ കളിയാക്കിയ മനുഷ്യൻ, ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് വരാൻ പറയാൻ. അയാൾ പേടിച്ച് വരുമ്പോൾ ആ താക്കോല് അലിയാർക്ക് പോലും കൊടുക്കാതെ ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ആയത്ത് അങ്ങനെ ഇറങ്ങിയതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ നമ്മളെ വേദനിപ്പിച്ചവരാകട്ടെ, വേറെ പാർട്ടിയുടെ ആളാകട്ടെ, നമ്മൾ ഇലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരെ, നമ്മൾ പിന്നെ എല്ലാവരെയും തുല്യമായി കാണുന്ന, കൃത്യമായി അമാനത്ത് നിർവഹിക്കുന്ന ആളാകണമെന്ന് ഈ വിഷയം കൂടെ പരിശുദ്ധ ഖുർആൻ കാലികമാണല്ലോ. ചിലർ ചോദിക്കും, ഖുർആനിൽ രാഷ്ട്രീയമുണ്ടോ? റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഇലക്ഷൻ ഉണ്ടോ? പൊന്നുമക്കളെ, ഖുർആൻ കാലികമാണ്. ഖുർആനിലെ ഒരായത്തിൻ്റെ അർത്ഥം അത് മാത്രമല്ല, ഒരുപാട് വിഷയങ്ങളിലേക്ക് ഖുർആനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഖുർആനിനെ കാലികമായി വായിക്കണമെങ്കിൽ കൽബ് തുറന്നു കിട്ടണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മളിനി തിരഞ്ഞെടുക്കേണ്ട ആരെയാണ്? ഇങ്ങനെയുള്ള ആളുകളെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ നാട്ടിൽ ഈ പറഞ്ഞ പണിയൊക്കെ ചെയ്തവരാണോ കഴിഞ്ഞ MLA? ആണോ? റോഡൊക്കെ റെഡിയാക്കിയോ? നിങ്ങൾ വിളിക്കുമ്പോൾ ഓടി എത്തിയോ? നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീക്കി തന്നോ? അങ്ങനെ ഒരു MLA ആണെങ്കിൽ ജയിപ്പിച്ചു കൊടുക്കുന്നേ. അങ്ങനെ ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കൽ നല്ലതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം, മുസ്ലിംകളുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകരുത് കേട്ടോ. ഒരു ഗുണമില്ലാത്ത ഏതെങ്കിലും ഒരുത്തൻ വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിയായിട്ട് വന്ന് നിൽക്കും. കുറേ പേര് അവിടെ കൊണ്ടുപോയി വോട്ട് ചെയ്യും. വോട്ടുകൾ ഭിന്നിച്ചു പോയിട്ട് ചിലപ്പോൾ ഫാസിസ്റ്റുകളുടെ കയ്യിലേക്ക് ആ അധികാരത്തിൻ്റെ ചിഹ്നം കടന്നു ചെല്ലും. അത് ഭയങ്കര അപകടമല്ലേ? അല്ലേ? ഫാസിസ്റ്റുകളല്ലല്ലോ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കാരണം വോട്ടുകൾ ഭിന്നിക്കപ്പെടാൻ പാടില്ല. അപ്പം അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത സ്ഥാനാർത്ഥികൾ എന്ത് ചെയ്യാൻ പാടില്ല?
അവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരമുള്ള സ്ഥാനാർത്ഥികൾ വരട്ടെ. അങ്ങനെയുള്ള ആളുകൾ വന്ന് ജനങ്ങളുടെ സങ്കടങ്ങൾ തീർക്കുന്ന, ഫാസിസ്റ്റുകൾക്ക് എതിർത്ത് നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ഗവൺമെൻറ് സംവിധാനം ഇവിടെ ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനുള്ളത്, ഈ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ആളുകളുണ്ട് അല്ലേ? ജനനന്മയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നവർ, വിളിച്ചാൽ ഉടനെ ഫോൺ എടുക്കുന്നവർ, 5 കൊല്ലം കഴിഞ്ഞിട്ട് മാത്രം നമ്മുടെ മണ്ഡലത്തിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ജയിപ്പിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ഒന്നിങ്ങനെ കൈയൊക്കെ കാണിച്ചുകൊണ്ട് പോകും. പിന്നെ അടുത്ത കൈ കാണിക്കാൻ വരുന്നത് 5ാമത്തെ കൊല്ലം കഴിഞ്ഞ് അടുത്ത ഇലക്ഷന് മുമ്പ് പിന്നെ ഒന്ന് കൈ കാണിക്കാൻ വരും. അവരെയൊക്കെ അങ്ങോട്ട് ചവറ്റോട്ടയിലേക്ക് വലിച്ചെറിഞ്ഞേക്കണം. ഇത് ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന, ജനങ്ങളൊരു വിഷയം പറയുമ്പോൾ അവരോടൊപ്പം നിൽക്കുന്ന, അവരുടെ ഒരു നേതാവായി കൂടെ നിൽക്കുന്ന, സഹചാരിയായി കൂടെ നിൽക്കുന്ന ആളുകളായിരിക്കണം. അല്ലാതെ വെറുതെ വീണ്ടും നമ്മുടെ പാർട്ടി, ഞങ്ങളുടെ പാർട്ടി എന്ന് മാത്രമുള്ളൊരു കോൺസെപ്റ്റ് ആയി പോകരുത്. പലപ്പോഴും ഇലക്ഷനുകൾ അങ്ങനെയാണ് സംഭവിക്കണേ. നമ്മുടെ പാർട്ടിന്ന് മാത്രം നോക്കാതെ ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ മുൻപിൽ നിൽക്കുന്നത് ആരാണ്, അവർക്ക് വോട്ട് ചെയ്യുക, അവരെ ജയിപ്പിക്കുക. അല്ലാതെ ഒരു പാർട്ടി ഭക്തിയൊന്നും നമുക്ക് നല്ലതല്ലല്ലോ. പിന്നെ ഫാസിസ്റ്റുകളിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട, അവരെ മാറ്റി നിർത്തിയേക്ക്. അല്ലാത്ത പാർട്ടികളിൽ നിന്ന് ജനങ്ങൾക്ക് ഉപകാരമുള്ളത് ആരാണോ, ഞാൻ ചെയ്യൂല, ഞാൻ എൻ്റെ പാർട്ടിക്കേ ചെയ്യുള്ളൂ, തോറ്റാലും ഞാൻ ആ പാർട്ടിക്കാരനാണ്, എന്നിട്ട് കൊണ്ടുപോയി വോട്ട് കുത്തിയിട്ട് ഒരു ഗുണമില്ലാതെ നശിപ്പിച്ച് കളയുന്നൊരവസ്ഥ. ഇതാർക്കാ ഗുണം ചെയ്യുക? അത് ഫാസിസ്റ്റുകൾക്കാണ് അല്ലേ? അപ്പോൾ നമ്മുടെ കേവലം ഒരു പാർട്ടി ഭ്രാന്ത് മൂത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വോട്ട് ചെയ്യുന്നതിന് പകരം നല്ല മനുഷ്യനാണെങ്കിൽ പാർട്ടിക്ക് നോട്ട് ചെയ്തു, നല്ല മനുഷ്യനല്ലെങ്കിൽ എതിർപക്ഷത്ത് നിൽക്കുന്നത് കൂടുതൽ നല്ല ആളാണ്, കുറച്ചുകൂടെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, അയാൾക്ക് വോട്ട് ചെയ്യാം. അല്ലെങ്കിൽ അള്ളാഹിനോട് ഇതിനൊക്കെ നമ്മൾ കണക്ക് പറയണ്ടേ അല്ലേ? ഓരോരോ സംഗതിയും റഖീബും അതീതും രേഖപ്പെടുത്തുന്നു എന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധ ഖുർആനിൽ പറയാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കണക്ക് പറയാനുണ്ട്. ഇരിക്കട്ടെ, ഇപ്പോൾ ഏതായാലും നമ്മളങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി. എന്ത് ചെയ്യണം? വോട്ട് ചെയ്യണം. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനല്ലേ? വോട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ചൊല്ലേണ്ടത്? ഒരു മനോഹരമായ ദിക്ർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മറക്കരുത്. വോട്ട് ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലുന്ന ആരൊക്കെയുണ്ട്? മാഷാ അല്ലാഹ് ഉണ്ടല്ലോ അല്ലേ? വോട്ട് ചെയ്യുന്ന സമയത്തും ബിസ്മി ചൊല്ലണം. ബിസ്മി മാത്രമല്ല, ആ സമയത്തൊരു പ്രാർത്ഥന നല്ലതാണ്. എന്താണ് ആ പ്രാർത്ഥന? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ ബിദുനൂബിനാ മൻ ലാ യഖാഫുക ഫീനാ വലാ യർഹമുനാ. ഇങ്ങനെ അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ ബിദുനൂബിനാ മൻ ലാ യഖാഫുക ഫീനാ വലാ യർഹമുനാ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ കാരണമായി നിന്നെ ഭയപ്പെടാത്ത, ഞങ്ങളോട് കരുണ കാണിക്കാത്ത ആളുകളെ നീ ഞങ്ങൾക്ക് മേൽ അധികാരിയായി വെക്കല്ലേ പടച്ചോനെ. അതായത് നമ്മളൊരുപാട് പാപങ്ങൾ ചെയ്താൽ പടച്ചോൻ എന്ത് ചെയ്യും? നമ്മുടെ മോളിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ ദ്രോഹിക്കുന്ന ആളുകളെ അധികാരികളാക്കി വെക്കും. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് ഇടങ്ങേറും പ്രയാസമൊക്കെ നേരിടേണ്ടി വരും. അപ്പോൾ നമ്മൾ മോശം ഭരണാധികാരികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആദ്യം നമ്മളിൽ ഉണ്ടാകേണ്ട സംഗതി എന്താണ്? പടച്ചോനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളതാണ്, പാപമോചനം തേടുക എന്നുള്ളതാണ് അല്ലേ? ഫഖുൽ തസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹു എല്ലാം നിങ്ങൾക്ക് മഴയടക്കം പെയ്യിപ്പിച്ചു തരും. സന്തോഷത്തിൻ്റെ മഴ, ഹൃദയത്തിലേക്ക് സമാധാനത്തിൻ്റെ മഴ ഒക്കെ പടച്ചോൻ തരും. മനസ്സിലാവണ്ടേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഈ പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ തുസല്ലിതു അലൈനാ ബിദുനൂബിനാ മൻ ലാ യഖാഫുക ഫീനാ വലാ യർഹമുനാ. ഞങ്ങൾ തെറ്റിയതിൻ്റെ പേരിൽ നിന്നെ പേടിക്കാത്ത, ഞങ്ങളോട് കരുണ ചെയ്യാത്ത ആളുകളെയൊന്നും ഞങ്ങളുടെ മേൽ അധികാരികളാക്കല്ലേ കേട്ടോ പടച്ചോനെ. ഈ പ്രാർത്ഥന ആ പോളിംഗ് ബൂത്തിലുണ്ടായിരിക്കെ നിങ്ങളുടെ വായിൽ നിന്ന് വരട്ടെ. ഇനിയിപ്പോൾ അറബി അറിയില്ല, പഠിക്കാൻ പറ്റണില്ലെങ്കിൽ മലയാളത്തിൽ ദ്വാരുന്നാൽ മതി, അതൊക്കെ അറിയാമല്ലോ. മനസ്സറിഞ്ഞ് ദ്വാ ചെയ്യുക, അക്കൂട്ടത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലുക. ആ ഇലക്ഷൻ സമയത്തൊക്കെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, പടച്ചോനെ പുറത്ത് തന്നെയല്ല, ഞങ്ങൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ മോശം ഭരണാധികാരിയെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ നല്ല ബോധ്യത്തോടു കൂടെ തന്നെ എല്ലാവരും എന്ത് ചെയ്യണം? വോട്ട് ചെയ്യാൻ പോകണം. ഒരാൾ ഒഴിവാക്കരുത്. അതായത് എല്ലാ മനുഷ്യർക്കും നന്മ വരണമെന്ന നെയ്യത്തിൽ നമ്മൾ ചെയ്യുന്ന വോട്ടിന് പോലും അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് കൂലിയാണ്. മനസ്സിലായോ? അപ്പം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ചിലരൊക്കെ ചോദിച്ചു, ഉസ്താദ് ഇന്നലെ പറഞ്ഞില്ലല്ലോ മിനിയാന്ന് എന്താണ് സ്വബാഹുൽ ഖൈർ ഇല്ലാതെ പോയത്? സ്വബാഹുൽ ഖൈർ വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊക്കെ നോക്കിയതാണ്. പക്ഷേ ഞാൻ നിന്ന സ്ഥലം തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമത്തിലാണ്. അവിടെ റേഞ്ച് ഒട്ടും കിട്ടിയില്ല. ആ സമയത്ത് സ്വബാഹുൽ ഖൈർ വെച്ച് കഴിഞ്ഞാൽ എനിക്കും മനസ്സിലാവില്ല, നിങ്ങൾക്കും മനസ്സിലാവില്ല. ആകെ റബ്ബിൻ്റെ കഥ അതല്ലേ. ചില സമയത്തൊക്കെ നമ്മൾ അൽഹംദുലില്ലയുടെ ആൾക്കാരല്ലേ. പടച്ചോൻ നമ്മളെ കൊണ്ട് ചില സമയത്തെ സ്വബാഹുൽ ഖൈർ ഇല്ലാതെ അൽഹംദുലില്ല പറയിപ്പിക്കാൻ നോക്കും. അള്ളാഹ്ക്ക് അത് കേൾക്കാനും ഭയങ്കര ആഗ്രഹമാണ്. അതായത് ഞാൻ ഷാഫിയും ദാദിയും മരിച്ചുപോയി ഞങ്ങളങ്ങനെ അൽഹംദുലില്ല പറയും. അള്ളാഹു നമുക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ അല്ലേ? വേണ്ടേ? ആഫിയത്തുള്ള ദീർഘായുസ്.
അവൻ്റെ ത്വാഅത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അല്ലേ. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. സ്വഭാവുൽ ഖൈർ ഖിയാമത്ത് വരെ നിലനിർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം, 2-ാം ഉമർ എന്നറിയപ്പെടുന്ന മഹാനാരാണ്? അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്, കബൂൽ ചെയ്യണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് മേൽ ഞങ്ങളോട് കരുണയുള്ള അധികാരികളെ നൽകണയല്ല. ഉമ്മത്ത് മുസ്ലിമിന് കാവലേകണയല്ല. ഈ നാട്ടിൽ സമാധാനം നിലനിർത്തണയല്ല. പടച്ചവനെ, ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകൾ ഹാസുലാക്കണയല്ല. മക്കളെ നന്നാക്കണയല്ല. ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. കരുണക്കടലായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. മരണപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണയല്ല. പെട്ടെന്ന് വിളിക്കല്ലയല്ല. അസുഖബാധിതർക്ക് ശിഫ നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.